CPM-നെതിരെ ഇടതുപക്ഷ കക്ഷികളുടെ വിശാല പ്ലാറ്റ്ഫോം രൂപീകരിക്കാൻ UDF-ലെ ഇടത് കക്ഷികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് CPM നേതൃത്വം നൽകുന്ന LDF-ന്റെ അപജയം തുറന്നുകാട്ടി തങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. UDF-ലെ ഇടത് കക്ഷികളായ RSP, CMP, RMP എന്നീ കക്ഷികൾ ഇത് സംബന്ധിച്ച ആശയവിനിമയം നടത്തുകയും ചെയ്തു. ഫോർവേഡ് ബ്ലോക്കും ഇവർക്കൊപ്പം ഉണ്ടാകും. ഭിന്നിച്ചു നിൽക്കാതെ ഒരുമിച്ച് നീങ്ങാനാണ് തീരുമാനം. ഇടതുപക്ഷ ആശയങ്ങളുള്ള വ്യക്തികളെയും ഗ്രൂപ്പുകളെയും ഇതിന്റെ ഭാഗമാക്കുകയും ചെയ്യും. അതിന്റെ സാധ്യതകൾ തേടാൻ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിനെ RSP ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ കൂട്ടായ്മ ഒരു കൂറുമുന്നണിയല്ല എന്നും വിശാല ഇടതുപക്ഷ ഐക്യമാണ് ലക്ഷ്യമിടുന്നതെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞിരുന്നു. മതനിരപേക്ഷതയും സാമ്പത്തിക കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടായ്മയായിരിക്കും ഇത്. CPM-ന്റെ മാഫിയവൽക്കരണവും അക്രമ രാഷ്ട്രീയവും ഉൾപ്പെടെ തുറന്നു കാട്ടും. ആദ്യപടിയായി സെമിനാർ ഉൾപ്പെടെ ആലോചിക്കുന്നുണ്ട് എന്നും ഷിബു ബേബി ജോൺ പറഞ്ഞിരുന്നു. RMP നേതാവ് N വേണുവാണ് ഇത്തരമൊരു ആശയവുമായി CMP ജനറൽ സെക്രട്ടറി CP ജോണിനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടത്. RSP-യുമായും ഫോർവേഡ് ബ്ലോക്കുമായും ചർച്ച നടത്തണമെന്ന് ജോൺ നിർദ്ദേശിക്കുകയും ചെയ്തു. RSP-യിൽ വിഷയം ചർച്ചയാകുന്നതിന് മുൻപ് കഴിഞ്ഞ UDF യോഗത്തിന് ശേഷം ഇക്കാര്യം ഷിബു ബേബി ജോൺ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ധരിപ്പിച്ചു. ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയാണ് ലക്ഷ്യമെന്നും അതോടൊപ്പം CPM-ന് എതിരായ ബദൽ സംസ്ഥാനത്ത് കെട്ടിപ്പടുക്കുമെന്നുമാണ് ഷിബു ബേബി ജോൺ സതീശനോട് പറഞ്ഞത്. നീക്കത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഫോർവേഡ് ബ്ലോക്ക് നേതാവ് G ദേവരാജനും പറഞ്ഞു. LDF ഉപേക്ഷിച്ച ഇടതുപക്ഷ അജണ്ട ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും കർഷകർക്കും തൊഴിലാളികൾക്കും വേണ്ടി നിലകൊള്ളുമെന്നും CP ജോണും പ്രതികരിച്ചിരുന്നു. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷം യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ റോളല്ല നിർവഹിക്കുന്നത് എന്ന രൂക്ഷമായ വിമർശനം നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തെ മുതലെടുക്കുകയാണ് UDF ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇടതുപക്ഷം ഇപ്പോൾ ഇടതുപക്ഷ ചിന്താഗതിയിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് ബഹുദൂരം സഞ്ചരിച്ചിരിക്കുന്നുവെന്ന് പലപ്പോഴായി UDF സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിലും 2014 ശേഷം ഇന്ത്യയിൽ വളരെ പെട്ടെന്നായിരുന്നു BJP-യുടെ വളർച്ച. BJP-യുടെ ഈ വളർച്ച കോൺഗ്രസിനെ അഥവാ ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യത്തെ ഇടതുപക്ഷ സ്വഭാവത്തോട് അഥവാ ഇടതുപക്ഷ ആശയത്തോട് കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അഥവാ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ശൈലി അത് ഇടതുപക്ഷ സ്വഭാവമുള്ളതായിരുന്നു. അതിനുശേഷം പലപ്പോഴായി കോൺഗ്രസ് തന്നെ സ്വയമേവ വിശേഷിപ്പിക്കുന്നത് സെൻട്രൽ ലെഫ്റ്റ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. സെൻട്രൽ ലെഫ്റ്റ് എന്ന ആശയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഥവാ UDF-ലെ തന്നെ ഘടകകക്ഷികൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് തങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷക്കാർ എന്ന വാദമാണ്. ഇപ്പോൾ കേരളത്തിൽ CPM-നെതിരെ അഥവാ LDF-നെതിരെ ശബ്ദമുയർത്തുന്ന RMP ആണെങ്കിലും CMP ആണെങ്കിലും എല്ലാം തന്നെ മുൻപ് ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വിരുദ്ധ ശബ്ദമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഉറച്ച ഇടത് നിലപാടുമായി ഇടതുപക്ഷ ശബ്ദമായി നിലകൊണ്ടിരുന്ന പാർട്ടികൾ തന്നെയായിരുന്നു.